എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? ബയോടെക്നോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. നമ്മൾ DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കി വെച്ചിട്ട് അതിൽ ഒരു പെർട്ടിക്കുലർ ഫ്രാഗ്മെന്റ് മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യണ്ടേ. അങ്ങനെ സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇതിലൊരു പ്ലേറ്റ് ഉണ്ടാവും, ആ പ്ലേറ്റിൽ വെൽസ് ഉണ്ടാവും. ആ വെൽസിനാണ് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിന് ഇടാം. ആ പ്ലേറ്റിനകത്ത് അഗറോസ് ജെല്ല് പോലത്തെ ഏതെങ്കിലും ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഈ പ്ലേറ്റിനെ നമ്മൾ നേരെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? DNA നെഗറ്റീവ്ലി ചാർജ് അല്ലേ, അപ്പൊ DNA നേരെ എന്ത് ചെയ്യും? ആനോഡിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നത് സൈസിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് സൈസ് കൂടിയ DNA ഫ്രാഗ്മെന്റ്സ് പതുക്കെ മൂവ് ഉള്ളൂ, സൈസ് കുറഞ്ഞ DNA ഫ്രാഗ്മെന്റ്സ് കുറച്ച് വേഗം തന്നെ മൂവ് ചെയ്യും. അങ്ങനെ DNA ഫ്രാഗ്മെന്റ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അത് നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ സ്റ്റെയിൻ ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിന്റെ പേരാണ് എഥീഡിയം ബ്രോമൈഡ്. അങ്ങനെ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ UV ലൈറ്റിന്റെ താഴെ ഇത് കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് DNA ഫ്രാഗ്മെന്റ്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റ് സെലക്ട് ചെയ്ത് ജെല്ലിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാം. അതിനെയാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് ആൻഡ് അതിന്റെ പ്രൊസീജിയർ.